ഹലോ ഗായ്സ്, ഞാൻ ഹരിലാർക്കിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. സ്പൈഡർമാൻ ഇന്ത്യ തിരിച്ചു വരാൻ പോകുന്നു. വരുന്ന സ്പൈഡർവേഴ്സ് 2-ൽ സ്പൈഡർമാൻ ഇന്ത്യയും ഉണ്ടാകുമെന്ന് ട്രെയിലറിലൂടെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ സംസാരിക്കാൻ പോകുന്നത് സ്പൈഡർമാൻ ഇന്ത്യയെ കുറിച്ചിട്ടാണ്. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. 2004-ൽ മാർവൽ കോമിക്സും ഗോതം കോമിക്സും കൂടെ ചേർന്ന് വെറും 4 ഇഷ്യൂ ഉള്ള മിനി കോമിക്സ് ആയിട്ടാണ് സ്പൈഡർമാൻ ഇന്ത്യയെ പുറത്തു കൊണ്ടുവന്നത്. ഇയർ 50-101-ലെ സ്പൈഡർമാൻ ആണ് സ്പൈഡർമാൻ ഇന്ത്യ. സയൻസിൽ നിന്നും മാറി മാജിക്കിന്റെ അടിസ്ഥാനത്തിലാണ് സ്പൈഡർമാൻ ഇന്ത്യയുടെ കഥ പറഞ്ഞിട്ടുള്ളത്. രാഷ്ട്രവൽക്കരണത്തിന്റെ ഭാഗമായി ക്യാരക്ടേഴ്സിന്റെ പേരിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതായത് പീറ്റർ പാർക്കറിനെ പവിത്ര പ്രഭാകർ എന്നും ബെൻ പാർക്കറിനെ ഭീം പ്രഭാകർ എന്നും ആന്റി മേയെ ആന്റി മായ എന്നുമാക്കി. ഒരു ഗ്രാമത്തിൽ നിന്നും മുംബൈയിൽ വരുന്ന പ്രഭാകറിന് ഒരു സന്യാസി കൊടുക്കുന്ന വരമായിട്ടാണ് സ്പൈഡർ പവേഴ്സ് കിട്ടുന്നത്. നോർമൻ ഓസ്ബോണിന്റെ ഇന്ത്യൻ വെർഷനായ നളിൻ ഒബ്രോയാണ് ഈ കോമിക് സീരീസിൽ പ്രഭാകറിന്റെ പ്രധാന വില്ലൻ. നളിൻ ഒബ്രോയ് ഒരു ഗ്രാമം മുഴുവൻ നശിപ്പിച്ചിട്ട് അവിടത്തെ ആളുകൾ സൂക്ഷിച്ചിരുന്ന ഒരു കല്ലെടുത്തുകൊണ്ട് വരുന്നു. എന്നിട്ട് ഒരു യാഗം നടത്തി ആ കല്ലിലുള്ള ശക്തി തന്നിലേക്ക് ആവാഹിക്കുന്നു. അങ്ങനെയാണ് നളിൻ ഒബ്രോയ് ഗ്രീൻ ഗോബ്ലിൻ എന്ന രാക്ഷസനായി മാറുന്നത്. ഗ്രീൻ ഗോബ്ലിനെ കൂടാതെ ഡോക്ടർ ഒക്ടോപസിന്റെയും വെനത്തിന്റെയും ഇന്ത്യൻ വെർഷൻസിനെ നമുക്ക് ഈ കോമിക്സിൽ കാണാൻ കഴിയും. ഈ 4 കോമിക്സുകൾക്ക് ശേഷം ഈ വർഷം ഇറങ്ങിയ എഡ്ജ് ഓഫ് ദി സ്പൈഡർവേഴ്സിന്റെ 3ാമത്തെ ഇഷ്യൂവിലും സ്പൈഡർമാൻ ഇന്ത്യ അപ്പിയർ ചെയ്തിരുന്നു. ഈ കോമിക്സിലൂടെ മറ്റ് യൂണിവേഴ്സിലെ വില്ലന്മാരെ നേരിടുന്ന സ്പൈഡർമാനെയാണ് കാണിച്ചിട്ടുള്ളത്. ചിലപ്പോൾ ഇതിലൂടെ സ്പൈഡർമാൻ ഇന്ത്യയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിരിക്കും മാർവൽ ശ്രമിക്കുന്നത്. വരുന്ന സ്പൈഡർവേഴ്സ് മൂവിയിൽ ചിലപ്പോൾ നമുക്ക് ഇന്ത്യൻ ഗ്രീൻ ഗോബ്ലിനെയും കാണാൻ കഴിഞ്ഞേക്കും. ഇത്രയൊക്കെയാണ് സ്പൈഡർമാൻ ഇന്ത്യയെ കുറിച്ച് പറയാനുള്ളത്. സ്പൈഡർമാൻ ഇന്ത്യയെ കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വീണ്ടും കാണുന്നത് സൈനിങ് ഔട്ട്.